സീതാറാം യെച്ചൂരിക്ക് രാജ്യം യാത്രാമൊഴി ഏകുകയാണ്. ഇന്ന് 3 മണിവരെ AKG ഭവനിൽ പൊതുദർശനം. അതിനുശേഷം വൈകുന്നേരം 5 മണിയോടുകൂടി വിലാപയാത്രയായി എയിംസിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കും, അവിടെ കൈമാറും. 2021 യെച്ചൂരിയുടെ മാതാവ് കൽപ്പകം മരിച്ചപ്പോൾ കൽപ്പകത്തിൻ്റെ മൃതശരീരവും എയിംസിൽ പഠനത്തിനായി നൽകിയിരുന്നു. അതിന് പിന്നാലെ രാജ്യം കണ്ട ഏറ്റവും പ്രശസ്തനായ ആ മകൻ്റെ മൃതശരീരം കൂടി ഇപ്പോൾ എയിംസിന് ഇന്ന് വൈകുന്നേരത്തോടെ കൈമാറും. അതിനു മുമ്പായി AKG ഭവനിൽ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 11 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞ പൊതുദർശനം നേരത്തെ തന്നെ 10:15 തന്നെ പൊതുദർശനം ആരംഭിച്ചു. രാവിലെ മുതൽ തന്നെ തിരക്ക് കൂടിക്കൂടി വരികയാണ് യെച്ചൂരിയെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സോണിയാഗാന്ധി, കപിൽ സിബൽ, കനിമൊഴി, ശരത് പവാർ അടക്കമുള്ളവർ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. അതോടൊപ്പം തന്നെ നേപ്പാളിലും ക്യൂബയിലുമുള്ള സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ, നേപ്പാളിൻ്റെ മുൻ പ്രധാനമന്ത്രി അടക്കം, ക്യൂബൻ അംബാസിഡർ അടക്കം എത്തി അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. ദില്ലി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും സഞ്ജയ് നിരുപവും അടക്കമുള്ളവർ അദ്ദേഹത്തെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ AKG ഭവനിൽ എത്തിച്ചേർന്നിരുന്നു. അദ്ദേഹം വഴികാട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കാകെ വഴികാട്ടിയായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് ആവർത്തിച്ച് പറയുകയാണ് നേതാക്കളെല്ലാവരും. ഇപ്പോൾ ദില്ലി AKG ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സീതാറാം യെച്ചൂരി എന്ന മാർക്സിസ്റ്റ് സൈദ്ധാന്തികനെ, സീതാറാം യെച്ചൂരി എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനെ, സീതാറാം യെച്ചൂരി എന്ന മികച്ച പാർലമെൻറ്റേറിയനെ, സീതാറാം യെച്ചൂരി എന്ന മികച്ച വാഗ്മിയെ, സീതാറാം യെച്ചൂരി എന്ന മികച്ച പ്രാസംഗികനെ എല്ലാം വലിയ തരത്തിൽ ഓർക്കുകയാണ് രാജ്യം ഇപ്പോൾ. സീതാറാം യെച്ചൂരി വരുത്തിയ വിടവ് നികത്താനാകുന്നത് തന്നെയല്ല എന്ന് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ മുതിർന്ന നേതാക്കളടക്കം ആവർത്തിച്ച് പറയുന്ന സാഹചര്യം. വല്ലാത്ത വിഷമഘട്ടത്തിലൂടെ രാജ്യം കടന്നു പോവുകയാണ്. മോദി സർക്കാർ രാജ്യത്ത് സംഘപരിവാര രാഷ്ട്രീയം വലിയ വെല്ലുവിളികൾ തീർക്കുമ്പോൾ ഇനിയും കൂടെ ഉണ്ടാകേണ്ടിയിരുന്നതാണ് സഖാവെ കുറച്ചു കാലം കൂടിയെന്ന് പാർട്ടി പ്രവർത്തകർ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എങ്കിലും സീതാറാം യെച്ചൂരി പകർന്നു തന്ന ആശയവ്യക്തത, സീതാറാം യെച്ചൂരി പകർന്നു തന്ന കമ്മ്യൂണിസ്റ്റ് തീനാളങ്ങൾ, അത് നെഞ്ചിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ, നേതാക്കളെല്ലാം തന്നെ ഇനിയും മുന്നോട്ട് പോകേണ്ട വഴിയേത്, ശരിയായ വഴിയേത് എന്ന് നിരന്തരം പാർട്ടി പ്രവർത്തകരെയും മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന സീതാറാം യെച്ചൂരി, പ്രതിസന്ധി ഘട്ടങ്ങളിൽ കരുത്തായി വെളിച്ചമായി വന്ന സീതാറാം യെച്ചൂരി, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കളും പ്രവർത്തകരും മാത്രമല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ വരെ എങ്ങനെയാണ് ഈ വർഗീയ ഭരണകൂടത്തെ, വർഗീയ നയങ്ങളെ പ്രതിരോധിക്കേണ്ടതെന്ന സംശയങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരുന്ന ഒരേ ഒരു നേതാവ് സീതാറാം യെച്ചൂരി. സീതാറാം യെച്ചൂരി നേപ്പാളിലടക്കം, ഒപ്പം തന്നെ ക്യൂബയിലടക്കം സാർവദേശീയ തലത്തിലെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലെ നേതാക്കളുമായി നിരന്തരം ബന്ധങ്ങൾ പുലർത്തിയിരുന്ന ഒരു നേതാവ്. അദ്ദേഹം അവിടെ നിന്ന് പഠിച്ചെടുത്ത പാഠങ്ങൾ, ആ അനുഭവ പാഠങ്ങൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രയോജനപ്പെടുന്നത് എങ്ങനെ, അത് ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രയോഗിക്കുന്നത് എങ്ങനെയെന്ന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്ന ഒരു നേതാവ്, ഒരു ദിഷണാശാലി, ഒരു ദാർശനികൻ, ഒരു സൈദ്ധാന്തികൻ, ഒരു വാഗ്മി, ഒരു പാർലമെൻറ്റേറിയൻ. നേരത്തെ കപിൽ സിബൽ പറഞ്ഞതുപോലെ തന്നെ പാർലമെൻറ്റിൽ മാസ്മരിക പ്രകടനം കാഴ്ചവെച്ച സീതാറാം യെച്ചൂരി, പാർലമെൻറ്റിൽ മൈതാനങ്ങളിൽ, റാലികളിൽ സീതാറാം യെച്ചൂരി പറയുന്നതിന് കാതോർത്തു നിന്ന ജനലക്ഷങ്ങൾ. സീതാറാം യെച്ചൂരി പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ സദസ്സ്, പാർലമെൻറ്റ് നിശബ്ദമാകുമായിരുന്നു. അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകൾ ആശയവ്യക്തതയോടുകൂടി സ്ഫുടമായി വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ. പണ്ട് AKG പാർലമെൻറ്റിൽ പറഞ്ഞതുപോലെ, എൻ്റെ വാക്കുകൾ, എൻ്റെ ഇംഗ്ലീഷ് ശരിയായിരിക്കാം,
പക്ഷേ ഞാൻ പറയുന്നത് ഇന്ത്യയിലെ യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞതുപോലെ. പക്ഷേ സീതാറാം യെച്ചൂരിക്ക് 5 ഭാഷകൾ വഴങ്ങുമായിരുന്നു. ഇംഗ്ലീഷും ഹിന്ദിയും ബംഗാളിയും ഉറുദുവുമെല്ലാം അനായാസം വഴങ്ങുമായിരുന്നു സീതാറാം യെച്ചൂരി. വളരെ ലളിതമായി വളരെ ഗഹനമായ ദാർശനിക പ്രശ്നങ്ങൾ പോലും പ്രസംഗവേദികളിൽ അവതരിപ്പിച്ചിരുന്ന സീതാറാം യെച്ചൂരി അങ്ങനെ ഈ മൈതാനങ്ങളെ, സാധാരണ ജനങ്ങളെ പ്രചോദിപ്പിച്ചിരുന്ന, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നവരെ പ്രചോദിപ്പിച്ചിരുന്ന, ആശയും ആവേശവുമായിരുന്ന സീതാറാം യെച്ചൂരി ഇന്ന് നിശ്ചലനായി AKG ഭവനിൽ കിടക്കുകയാണ്. 3 പതിറ്റാണ്ടോളം AKG ഭവൻ്റെ ഭാഗമായിരുന്ന, AKG ഭവൻ്റെ ജീവൻ്റെ തുടുപ്പായിരുന്ന, AKG ഭവനിൻ്റെ എല്ലാമായിരുന്ന സീതാറാം യെച്ചൂരി അന്ത്യയാത്രയ്ക്കായി, പൊതുദർശനം അന്ത്യയാത്രയ്ക്കായി AKG ഭവനിൽ കിടക്കുകയാണ്.